അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോരോ തരത്തിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ടാകും. ചില ആഗ്രഹങ്ങൾ നമുക്ക് നടന്നു കിട്ടുമെങ്കിലും മറ്റു ചില ആഗ്രഹങ്ങൾ നമ്മുടെ കയ്യെത്തുന്നതിലും അകലെയായിരിക്കും. എങ്ങനത്തെ ആഗ്രഹങ്ങളാണതെന്നറിയോ? നമുക്കൊരു ജോലി കിട്ടാൻ, അതുപോലെ തന്നെ വീട് പണി പൂർത്തിയാവാൻ, കടങ്ങൾ വീടാൻ, അതുപോലെ ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഭാര്യമാരുണ്ടെങ്കിൽ അവർക്ക് പോവാൻ കഴിയാൻ, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ. ഇതൊക്കെ കുറച്ച് ദൂരെയുള്ള ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹം നമുക്ക് നടന്ന് കിട്ടുമോ എന്നാലോചിച്ച് ടെൻഷൻ അടിച്ച് നടക്കുന്ന ആളുകളുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് അവരുടെ ഹലാലായ ആ ആഗ്രഹം നടന്നു കിട്ടാൻ ചെറിയൊരു കാര്യമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആരും ദുരുപയോഗം ചെയ്യരുത്. ഇത് വെച്ചിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നറിയാമോ? പരിശുദ്ധ ഖുർആനിലെ ഖൽബുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്ത് യാസീൻ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ കഴിയും. മനസ്സിൽ സംശയം പാടില്ല. ഖുർആൻ കൊണ്ടാണ് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അത് അള്ളാഹു എനിക്ക് നടത്തിത്തരും എന്നുള്ള പൂർണ്ണ വിശ്വാസം വേണം. സുബ്ഹി നിസ്കാര ശേഷമാണ് നമ്മളിത് ചെയ്യേണ്ടത്. ബിസ്മിയോടുകൂടി സൂറത്ത് യാസീൻ ഓതുക. ഖുർആൻ കൊണ്ട് ശിഫ കിട്ടാത്തത് മറ്റേതു കൊണ്ടും ശിഫ കിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇത് ഓതേണ്ട രീതിയാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി യാസീൻ ഓതുക. യാസീൻ എന്നെഴുതിയ ആ ഒരായത്ത് നമ്മൾ 7 തവണ ചൊല്ലണം. 7 പ്രാവശ്യം യാസീൻ 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 എന്ന് ചൊല്ലണം. ശേഷം ബാക്കി ആയത്ത് സാദാ പോലെ ഓതുക. പിന്നീട് 38-ാമത്തെ ആയത്ത് 14 പ്രാവശ്യം ഓതണം. ഏതാ 38-ാമത്തെ ആയത്ത്? വശംസു തജ്രീ മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം എന്നുള്ള ആ ഒരായത്ത് 14 പ്രാവശ്യം ചൊല്ലണം. ബാക്കി സാദാ പോലെ ഓതുക. അതിൽ ഖുർആനിലേതുപോലെ സാദാ പോലെ ഓതുക. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്നുള്ള ആയത്ത് 7 പ്രാവശ്യം ചൊല്ലണം. ഇതാണ് 58-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ചൊല്ലേണ്ടത് 7 പ്രാവശ്യമാണ്. അതിനുശേഷം ബാക്കി വരികൾ സാദാ പോലെ ഓതുക. അടുത്തതായി നമ്മൾ ഓതേണ്ടത് 81-ാമത്തെ ആയത്താണ്. ഇത് 12 പ്രാവശ്യം ഓതണം. അലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഹല്ലാഖുൽ അലീം എന്നുള്ള ആയത്തെത്തുമ്പോൾ അത് 12 പ്രാവശ്യം ഓതുക. ബാക്കി ആയത്തുകൾ സാദാ പോലെ ഓതി യാസീൻ പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഈ രൂപത്തിലാണ് സുബ്ഹിക്ക് ശേഷം ഓതുന്ന യാസീൻ പൂർത്തീകരിക്കേണ്ടത്. അതിനുശേഷം ഒരു ഫാത്തിഹ ഓതി അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക. ആത്മാർത്ഥമായ ദുആ ചെയ്യുക. ഇങ്ങനെ തുടരെ 7 ദിവസം ചെയ്യുക. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു കബൂൽ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു പൂർത്തീകരിക്കും. നമ്മളൊന്ന് ചെയ്യേണ്ടത് പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ്. സുബ്ഹി നിസ്കാര ശേഷം അഊദും ബിസ്മി ഓതി, യാസീൻ ഓതി, ഫാത്തിഹ ഓതി അള്ളാഹുവിലേക്ക് ദുആനെ ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ.